റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം സഖ്യകക്ഷിയായിരുന്നിട്ട് കൂടി യുകെയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ചാ ആഘാതം നൽകുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി. യുകെ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടുത്തേക്ക് പോയിട്ടില്ലെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് യോഗങ്ങൾക്കായി വാഷിംഗ്ടണിലെത്തിയ ബെയ്ലി കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും വളർച്ചാ ഷോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ബെയ്ലി വ്യക്തമാക്കി. IMF യുകെയുള്ള 2025 വളർച്ചാ നിരക്ക് 1.6% നിന്നും 1.1% വെട്ടിക്കുറച്ചിരുന്നു. താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കണക്കാക്കിയതിലും താഴേക്ക് വളർച്ച പോകുമെന്ന് IMF പ്രവചിക്കുന്നുമുണ്ട്. ലേബർ പാർട്ടി പൊതുതെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിൽ എത്തിയത് മുതൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ നിലയുറപ്പിക്കാനാകാത്ത സ്ഥിതിയിലാണ്. ദേശീയ ഉത്പാദനം സ്തംഭനാവസ്ഥയിലേക്ക് എത്തുകയും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം കെട്ടടങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ വർഷത്തിലെ രണ്ടാം പാദത്തിൽ ദൃശ്യമായത്. ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റിയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നെഗറ്റീവ് കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിരുന്നാലും ഫെബ്രുവരിയിൽ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തിരിച്ചുവന്നത് ആശ്വാസമായിരുന്നു. വളർച്ച തിരിച്ചുപിടിക്കാൻ ചാൻസലർ റേച്ചൽ റീവ്സിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ പ്രവചനാതീതമായ നീക്കങ്ങൾ ഇത് അട്ടിമറിക്കുകയാണ്. സാഹചര്യം പ്രതികൂലമാണെങ്കിലും പണപ്പെരുപ്പം ഉയർന്നാലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 3 തവണയെങ്കിലും കുറയ്ക്കുമെന്നാണ് IMF ഇപ്പോൾ പ്രവചിക്കുന്നത്. വെള്ളത്തിനും ഊർജ്ജ നിരക്കും വർദ്ധിക്കുമ്പോൾ പണപ്പെരുപ്പം താഴാൻ സാധ്യതയില്ല. 3.1% ബ്രിട്ടനിലെ പണപ്പെരുപ്പം എന്നാണ് പ്രവചനം. യുഎസിന്റെ വ്യാപാര താരിഫുകളും യുകെയെ ബാധിക്കുന്നുണ്ട്. എന്നാൽ വലിയ തിരിച്ചടിയാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുകെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന രോഗികൾക്ക് ആശ്വാസമാകുന്ന വാർത്ത പുറത്തുവരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് രോഗം സുഖപ്പെടുന്ന രോഗികളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് വീണ്ടും രോഗത്തിന്റെ തിരിച്ചുവരവ്. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു മരുന്നിന് NHS ഇംഗ്ലണ്ട് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഒരിക്കൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് രോഗം സുഖപ്പെട്ടവർക്ക് വീണ്ടും രോഗം വരുന്നത് തടയാൻ ഈ മരുന്ന് സഹായകരമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ഈ മരുന്നിന്റെ ഉപയോഗം മെഡിസിൻ വാച്ച് ഡോഗ് അംഗീകരിച്ചു. ആഗോളതലത്തിൽ 20 സ്ത്രീകളിൽ ഒരാൾക്ക് അവരുടെ ജീവിതകാലത്ത് സ്തനാർബുദം ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അടുത്ത 25 വർഷത്തിനുള്ളിൽ കേസുകളുടെ എണ്ണത്തിൽ 38% വർധനവ് ഉണ്ടാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ 68% വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിന്റെ ഏറ്റവും പുതിയ വിശകലനങ്ങളും പറയുന്നത്. യുകെയിൽ സ്തനാർബുദ നിരക്ക് ഉയരാനുള്ള സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ കിസ്കാലി എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ മരുന്ന് ഒട്ടേറെ പേർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയിലും വിഭജനത്തിലും പങ്കുവഹിക്കുന്ന CDK4, CDK6 എന്നീ പ്രോട്ടീനുകളെ തടയാൻ ഈ മരുന്ന് ഫലപ്രദമാണ്. ഇത് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനോ തടയാനോ സഹായിക്കുന്നു. ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ തെറാപ്പിയായ അരോമാറ്റസ് ഇൻഹിബിറ്ററിനൊപ്പം മരുന്ന് ഉപയോഗിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. മാർച്ച് 26 SSLC പരീക്ഷ അവസാനിച്ചത്. അതോടെ വേനൽ ചൂടിനൊപ്പം പരീക്ഷ ചൂട് അവസാനിച്ച ആശ്വാസത്തിൽ വിദ്യാർത്ഥികൾ മടങ്ങുകയും ചെയ്തു. എന്നാൽ ഇനി കാത്തിരിപ്പ് റിസൾട്ടിന് വേണ്ടി. SSLC മൂല്യനിർണ്ണയം പൂർത്തിയായിരിക്കുകയാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി ബാക്കിയുള്ളത് ടാബുലേഷൻ ഉൾപ്പെടെയുള്ള ജോലികൾ മാത്രമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. അതിനാൽ മെയ് 9 ഫലം പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ മെയ് 3 വാരത്തിൽ ഫലം വരുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ പറഞ്ഞതിലും നേരത്തെ റിസൾട്ട് എത്താനാണ് സാധ്യത കൂടുതൽ. ആകെ 72 കേന്ദ്രീകൃത ക്യാമ്പുകളിലായിരുന്നു SSLC മൂല്യനിർണ്ണയത്തിനായി ഒരുക്കിയിരുന്നത്. 2 ഘട്ടങ്ങളായി നടന്ന ക്യാമ്പുകളുടെ പ്രവർത്തനം കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചു. SSLC പരീക്ഷാ ഫലം പുറത്തുവിടുന്നതോടൊപ്പം മെയ് 3 വാരത്തിൽ +2 ഫലവും എത്തുമെന്നാണ് അടുത്ത സൂചന. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം SSLC ഫലമെത്തി അധികം വൈകാതെ തന്നെ +2 റിസൾട്ടും പുറത്തുവരുമെന്നും പറയപ്പെടുന്നു. മെയ് 1 മുതൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതിന്റെ കമ്മി മറികടക്കാൻ സംസ്ഥാനം 2000 കോടി രൂപ കടമെടുക്കും. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ കടമെടുപ്പാണിത്. വായ്പ എടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3% സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാം. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരത്തിന്റെ പേരിൽ 0.5% കിട്ടും. ഈ വർഷത്തെ പ്രതീക്ഷിത GSDP 14,27,145 കോടി എന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ 3% 42,814 കോടി വരും. വൈദ്യുതി മേഖലാ പരിഷ്കരണങ്ങളുടെ പേരിൽ 7,136 കോടിയും ചേർത്ത് 49,950 കോടിയുടെ വായ്പ എടുക്കാനുള്ള അവകാശമാണ് കിട്ടേണ്ടത്. 4,000 കോടിയുടെ താൽക്കാലിക അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ നിന്നാണ് 2,000 കോടി രൂപ ഇപ്പോൾ കടമെടുക്കുന്നത്. അടുത്ത വർഷം മുതൽ സബ്ജക്ട് മിനിമം 5, 6, 7 ക്ലാസുകളിലും നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അതായത് UP ക്ലാസ് എഴുത്ത് പരീക്ഷകൾക്ക് പാസ്സാകാനും ഇനി മുതൽ മിനിമം മാർക്ക് തിട്ടപ്പെടുത്തുമെന്ന് സാരം. പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 8ാം ക്ലാസ്സിൽ വിജയകരമായി സബ്ജക്ട് മിനിമവും തുടർ ക്ലാസുകളിലും നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ച മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് പുതിയ തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. കലിംഗ സൂപ്പർ കപ്പ് റൗണ്ട് ഓഫ് 16 മിന്നുന്ന പ്രകടനവുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. കഴിഞ്ഞ ദിവസം അവർ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ തകർത്ത് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു.
മൊറോക്കൻ സ്ട്രൈക്കർ അലാവുദ്ദീൻ അജ്റായാണ് കളിയിലെ താരം. തകർപ്പൻ ഹാട്രിക്കും ഒരു അസിസ്റ്റുമായി അജ്റായ് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റ് ആക്രമിച്ചു കളിച്ചു. 3-ാം മിനിറ്റിൽ ജിതിൻ MS ഒരു മികച്ച വോളിയിലൂടെ ഗോൾ നേടി. പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്തായിരുന്നു ഈ ഗോൾ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.64 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.